കൊച്ചി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസ് പഠന സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. അമോണിയയും സൾഫൈഡുമാണ് അപകടകരമായിട്ടുള്ള തോതിൽ വെള്ളത്തിലുണ്ടായിരുന്നത്. രാസവസ്തുക്കൾ എങ്ങനെ എവിടെ നിന്ന് എത്തിയെന്നറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. വെള്ളത്തിൽ ഓക്സിജന്റെ അളവും വളരെ കുറവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? വിഷ്ണു, തീർച്ചയായും മത്സ്യക്കുരുതിയിൽ കുഫോസിന്റെ പഠന സമിതി നടത്തിയ അന്വേഷണത്തിൽ ഉള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുഫോസിന്റെ പരിശോധനയിൽ ഈ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വെള്ളത്തിൽ അമോണിയയും സൾഫൈഡുമാണ് കൂടുതലായി ഉണ്ടായിരുന്നുവെന്നാണ് പഠന സമിതിയുടെ കണ്ടെത്തൽ. പെരിയാറിലെ വെള്ളത്തിൽ ഇത്രയധികം രാസവസ്തുക്കൾ എങ്ങനെ എത്തി, എവിടെ നിന്ന് എത്തി എന്നുള്ള കാര്യം അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും പഠന സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പരിശോധന ആവശ്യമാണെന്നുള്ള ഒരു നിലപാടാണ് അധികൃതർ ഇപ്പോൾ എടുക്കുന്നത്. ഒപ്പം തന്നെ രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന് പുറമെ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലും സമിതി നടത്തിയിട്ടുണ്ട്. അതേസമയം മത്സ്യക്കുരുതിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നതാണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു നേരെ ഘടകവിരുദ്ധമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കുഫോസ് പഠന സമിതി സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് പഠന റിപ്പോർട്ടും സബ് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ന് നടന്ന മറ്റൊരു നടപടി ഏലൂരിലെ പാരിസ്ഥിതിക, അതായത് ഈ മത്സ്യക്കുരുതി നടന്ന പ്രദേശത്തെ പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു നടപടി എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വ്യവസായ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത്തരത്തിൽ മുതിർന്ന ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്നാണ് ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്തായാലും രണ്ട് പഠന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഈ രണ്ട് റിപ്പോർട്ടിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഏറ്റവും ഒടുവിൽ വന്ന കുഫോസിന്റെ പഠന സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ രാസ മാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വ്യക്തമാണ്. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.